ഇങ്ങോട്ട് ടൗണിലേക്ക്. അയ്യോ, നീ എന്താ പാദസരി വിടാത്തെ? ആ ഫാമിലി റൂം ഒഴിവുണ്ടെങ്കിൽ ആ പാർട്ടി അതിലോട്ട് കിട്ടെ. ഇപ്പൊ പേടി മാറിയോ? പേടി. ഞാൻ ആദ്യമായി ഇങ്ങനെയൊക്കെ. ആണോ? ഞാനും അതെ. നീ ഇങ്ങനെ ചെരുപ്പിടാതെ നടന്നാ പറ്റുകയല്ല. ഇന്ന് ഞാൻ നിനക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ല നടന്നിട്ട് എന്റെ കാലം തേഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേൾക്കണ്ട. ഒന്നുകിൽ ഒരു ജോഡി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ 2 സാരിയും അതിലൊത്ത അരിയുടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടേ നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. നമുക്ക് പോവാൻ പോത്രണ്ണ. ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്താണ് എന്തോന്ന്? എങ്ങനെയാണെന്നറിയാവോ മനസ്സിലാകുന്നേ? നീ ഹാഫ് സാരി ഉടുത്തോണ്ട് എന്നോട് ഇരിക്കുന്നുണ്ടാ. സാരി ഉടുത്തോണ്ടോ വരട്ടെ, ഒറ്റയാളും നോക്കത്തില്ല. നമുക്കേ വേണമെന്നൊരു കാര്യം ചെയ്യാം. അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ഓ, എന്തിന്? ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. അപ്പൊ അങ്ങനെ എന്നെ വിചാരിച്ചത്? ഞാൻ കളി പറഞ്ഞേനെ. കരഞ്ഞ് വെള്ളം ഉണ്ടാക്കാതെ. ഹോട്ടലാ, നമുക്ക് റൂം എടുക്കണ്ട. ഞാൻ പോവാം. റൂം വേണോ സാർ? വേണ്ട. ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ വേഗം ബില്ല് കൊടുത്തേക്ക്. വേഗം. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മില്ലിനകത്ത് പവിത്രം കൊച്ചേട്ടൻ ചാരി അസരി കിടന്നുകൊണ്ട് ഉണ്ണിയപ്പം തിന്നുന്നു. പെണ്ണ് നിലത്തിരുന്ന് ചോറ്റുപാത്രത്തിൽ നിന്ന് ഓരോന്നോരോന്നിട്ട് എടുത്ത് കൊടുക്കുന്നു. അതിനിപ്പോ എന്താ? അങ്ങനെ കൊച്ചിലെ മുതലേ അതിനെ അറിയുന്നതല്ലയോ? ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ എന്റെ ജാനകി, അങ്ങനെയല്ല. ഒരു കാര്യമെങ്കിലും വിലക്കണം. അവര് കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോൾ എവർക്കും കാണും. കൂടോത്തരത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി. ഉള്ളി ചെന്നിട്ടുണ്ടേ ഉറക്കത്തിൽ പിച്ചും പേയും പറയും. അടി കൊണ്ടതുപോലെ കിടന്ന് ഉരുണ്ട് പറയും. ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുമോ എന്തോ. നിന്റെ അണ്ണൻ വാങ്ങിച്ചെന്നാന്ന് പറയണം. നിന്റെ ചേച്ചിയും ആ നത്താണിയും തമ്മിൽ എങ്ങനെയാ ഇപ്പം? ഞാനൊന്നും തിരക്കാറില്ല. ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലുമില്ല. അണ്ണനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുത്തു.
ചേച്ചിക്ക് ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു. ആ അവൾക്ക് അതിനുള്ള യോഗമില്ല. ആർക്കറിയാം, ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്. ഈയിടെ ഒന്ന് മിനിങ്ങി പെണ്ണ് അല്ലയോ? എവിടുന്നായി മിനുക്കമെന്നാ ഞാനും ആലോചിക്കുന്നേ. മിനിങ്ങണ്ട സമയമാവുമ്പോ പെമ്പിള്ളേര് കയറി അങ്ങ് മിനിങ്ങും. പിന്നെ ഞാൻ ഈയിടെ വരെ പോകാനുള്ള മരുന്ന് കൊടുത്തു. കുറെ വരെ പോയാലും ആള് തെളിയും. വരെ പോയില്ലേലും ആള് തെളിയും. ദമയന്തി, ഞാനൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഈ സാരി വാങ്ങിക്കുള്ള കാശ് ആര് കൊടുത്തെന്നാ എനിക്കറിയേണ്ടത്. അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കണ്ട. അതിന് ഞാനുണ്ട്. ഞാനത് ഇവന്റെ നെഹളിപ്പോട് ചേർന്നില്ലേ മോനെ? ഉണ്ട്. ഇവനങ്ങ് വെച്ച് പിന്നല്ല, എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ മതിയായിരുന്നു. പെണ്ണ് മില്ലിൽ വരവും പോക്കും ഒക്കെ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, അത് സൂക്ഷം. ഓ, മില്ലിനകത്ത് കയറി എങ്ങനെയാ റെയ്ഡ് ചെയ്യുന്നത്? എന്റെ മാമച്ചായനൊന്ന് അടങ്ങ്. ഞാൻ ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ച് പെണ്ണൊരു ദിവസം വയറ് വെപ്പിച്ചോണ്ട് വന്ന് കയറും. അന്നേരത്തെ അതിനവള് വേറെ വല്ല അവളുമാരുടെ അനിയത്തിയായിരിക്കണം. അങ്ങേര് തലകുത്തി നോക്കിയിട്ടെ ഇതുവരെ ഒന്നും ഉപ്പ് നോക്കാൻ ഒത്തിട്ടില്ല. ഈ ഞാൻ വയറ് വീർപ്പിക്കുന്നത് മാമച്ചായൻ അറിയേണ്ടത് അങ്ങയുടെ കള്ളവല്ലയോ? അത് ഞാൻ പിടിച്ചു തരും. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ എന്നെ ഗോപി ഒടുവിക്കാനുള്ള പരിപാടിയെങ്കിലേ ഉമ്മത്തെയും കാലത്ത് നിന്നെയും കൊച്ചിനെയും തെറ്റിച്ച് ഞാനും ഒന്ന് ചാവും. പറഞ്ഞേക്കാം. അവിടെ നിക്ക. ഓടരുതെന്ന്. ഓടരുതെന്ന് പറഞ്ഞില്ലേ? അവിടെ നിക്ക. ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛന്റെ സാധനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കുന്തിനാണൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. പിള്ളേരെടുത്ത് പൊട്ടിച്ചു കളഞ്ഞ പിന്നെ ബാക്കിയുള്ളവർക്കാ പാട്. എപ്പോഴും എന്തിനാ ഇങ്ങനെ ഇരുന്ന് തലകായുന്ന പണി ചെയ്യുന്നേ? ഓ, ഓ, ഇങ്ങനെയും തന്തയ്ക്ക് പറക്കാമോ?